മൂന്നാമത് ചന്ദ്രകണ്ഠ എന്ന ദേവതയുണ്ട്. അപ്പോൾ ചന്ദ്രകണ്ഠ ഈസ് ഓൾ അബൌട്ട് ദ പവർ, ധൈര്യമാണ് ശരിക്കും. അതെ, എനിക്ക് സിംഹം. അത് ഈ പറയുന്ന പോലെ ഓരോ ദേവതയ്ക്കും ഓരോ വാഹനം ഉണ്ടാവും. ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാഫിക് ലൈറ്റ് പോലെയാണ്. ഓക്കെ, ശൈലപുത്രിയെ സംബന്ധിച്ചിട്ട് ഒരു കാളയുടെ മുകളിലാണ് പോകുന്നതാണ്. ഓക്കെ, കാളയ്ക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവമുണ്ട്. എന്താണ് അത്? ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കും. ഓക്കെ, മഹിഷത്തിൻ്റെ സ്വഭാവം അതാണ്, ഉറച്ചിരിക്കും. എന്താ പറയുക, ചഞ്ചലത കുറവാണ്. മാനിനെ പോലെയല്ല കാള. മാനിന് ചഞ്ചലത കൂടുതലാണ്, കാളയ്ക്ക് അതുണ്ടാവും. അപ്പോൾ ഓരോ മൃഗങ്ങളെയും വാഹനം ആക്കിയിട്ട് നമ്മളോട് പറയുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ ഈ ട്രാഫിക് ലൈറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെയാണ്. ആ ചൈതന്യത്തിൻ്റെ ഗുണങ്ങളാണ് അതിൻ്റെ വാഹനം, അതിൻ്റെ ശക്തിയുടെ ഗുണമാണ് നമുക്ക് വാഹനത്തിലൂടെ പറയാൻ. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ വിചാരിക്കുക ആ സ്ത്രീ അതിൻ്റെ മേലെ കയറി നടക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു ചൈതന്യം, സ്ത്രൈണ ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ ഗുണങ്ങളാണ് ഈ പറയുന്ന വാഹനമായിട്ടും അവർ കയ്യിലേന്തുന്ന ആയുധങ്ങളും. അപ്പം ബ്രഹ്മചാരിണിക്ക് കാണാൻ കയ്യിൽ ജപമാലയാണ്. കാരണം അത് തപസ്സിനെയും ഈ പറയുന്ന പോലെ കഠിനമായ വ്രതം, ഫോക്കസ്, ഇതിനെയാണ് പ്രധാനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ എനർജിയെ, എൻ്റെ ബേസ് എനർജിയെ ഫോക്കസ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കില്ലേ? ആ ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ എനിക്കൊരു ധൈര്യം വരും. ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രകണ്ഠ. അതെങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, ഒന്ന് കോൺഷ്യസിൻ്റെ ലെവലിൽ നിന്ന് വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻഡഡ് ആവുന്ന എൻ്റെ എനർജീസിനെ ഞാൻ ടേപ്പ് ചെയ്യും. ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ നഷ്ടപ്പെടുത്തുന്ന ചൈതന്യത്തെ ടേപ്പ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ സംരക്ഷിച്ച് നിർത്തിയാൽ എൻ്റെ പ്രജ്ഞ അല്ലെങ്കിൽ എൻ്റെ ബോധത്തിൻ്റെ ലെവൽ വർദ്ധിക്കും. അതുവഴി എനിക്ക് ഉള്ളിൽ വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ ചൈതന്യത്തിൻ്റെ വഴിയും. ഇത് രണ്ടും ചേരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അകാരണമായ ഒരു ധൈര്യം ഉണർന്നു വരും. ഈ ധൈര്യമാണ് പിന്നീട് അങ്ങോട്ടുള്ള എനിക്ക് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തും സൃഷ്ടിക്കും. ഇപ്പം നമ്മളിപ്പം ബിസിനസ് വേൾഡിൽ എടുത്താൽ അങ്ങനെയാണ്. ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ അയാൾക്ക് അത്രയും അസാമാന്യമായ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഹിൽ ക്രിയേറ്റ് എൻ എംപയർ ഔട്ട് ഓഫ് ദാറ്റ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രി എടുത്താലും അദാനി എംപയർ എടുത്താലും ഏത് ഇൻഡസ്ട്രി എടുത്താലും വി-ഗാർഡ് എടുത്ത് നോക്കിയാലൊക്കെ നമുക്കറിയാം അത് ഒരാളുടെ ഇച്ഛാശക്തിയുടെ ആ ഫലമാണ്. ശരി, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ചന്ദ്രകണ്ഠ.